ആളുകൾ തന്നെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു പ്രാർത്ഥനയുടെ ഒരു വലയമുണ്ടായിരുന്നു. ദൈവം സഹായിച്ചു, അതിൽ നിന്ന് വിടുതൽ തന്നു. എനിക്ക് തോന്നി ഈവനിങ്ങിന് ഈ സൺഡേ സ്കൂൾ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യം ഒന്നും അറിയത്തില്ല. ഞങ്ങളൊക്കെ നിന്ന മമ്മിയാ ഡാഡിയാ ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാസ്റ്റർ സാമുവേൽ ജോണിനോടും കുടുംബത്തോടും കൂടെയാണ്. പാസ്റ്റർ സാമുവേൽ ജോൺ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുജ, കർത്താവ് വളരെ ശക്തമായി ഉപയോഗിച്ച അനുഗ്രഹീതരായ ദമ്പതികളാണ്. ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദൈവം അവരെ നടത്തിയ വിധങ്ങളെക്കുറിച്ച്, ശുശ്രൂഷ രംഗത്ത് ദൈവം അവരെ ഉപയോഗിച്ചതിനെക്കുറിച്ച്, അപ്പോൾ തന്നെ ജീവിതത്തിൻ്റെ അതികഠിനമായ പ്രതിസന്ധികളെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കർത്താവിലുള്ള വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിന് മുഖാന്തരമാകുമെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. അവരവരുടെ ജീവിതം പറയുന്നു. നമുക്കതിലേക്ക് ശ്രദ്ധിക്കാം. പാസ്റ്റർ സാമുവേൽ ജോൺ മോർഗൻ സ്റ്റാൻലി എന്ന പ്രസിദ്ധമായ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനങ്ങളിലൊന്നിൽ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉന്നതമായൊരു ജോലിയിൽ ഇരിക്കെ തന്നെയാണ് അദ്ദേഹം ശുശ്രൂഷ രംഗത്ത് ശക്തമായി പ്രയോജനപ്പെട്ടത്. ഒരു സഭാ ശുശ്രൂഷകൻ എന്നതിനപ്പുറം അതിമനോഹരമായി എഴുതുവാൻ കഴിവുള്ള ഒരു എഴുത്തുകാരൻ, നല്ലൊരു പ്രഭാഷകൻ, ഇനി അതിനേക്കാൾ ഉപരി IPC നോർത്തേൺ റീജിയൻ എന്ന് പറയുന്ന അതിശക്തമായ മിഷണറി പ്രസ്ഥാനമെന്ന് തന്നെ പറയാം. അത് സഭയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കുമ്പോൾ തന്നെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ശക്തമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. അതിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ സുദീർഘമായ കാലഘട്ടങ്ങളിലെ പ്രവർത്തനം, ഇങ്ങനെ വിവിധ മേഖലകളിൽ അതിശക്തമായി പ്രവർത്തിച്ച ഒരു ചരിത്രമാണ് അദ്ദേഹത്തിന് നമ്മളോട് പറയുവാനുള്ളത്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ, തീവ്രമായ അനുഭവങ്ങൾ. നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ ആദ്യം ഒന്ന് പ്രവേശിച്ചിട്ട് പുറകിലേക്ക്, ഫ്ലാഷ് ബാക്കിലേക്ക് പിന്നീട് പോകാം. സ്വാഗതം ചെയ്യാം പാസ്റ്റർ സാമുവേൽ ജോണിനെയും സുജയാൻ്റെയും. വെൽക്കം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെസ്, പാസ്റ്റർ സാമുവേൽ ജോൺ സമീപകാലത്ത് മരണകരമായ ഒരു രോഗത്തിലൂടെ കടന്നുപോയി. എൻ്റെ ഹല്ലേലൂയയുടെ പ്രേക്ഷകർക്ക് അത് ഓർമ്മയുണ്ടാകും. ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേവദാസിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് ഒന്ന് പറയാം? താങ്ക് യു പാസ്റ്റർ സാംകുട്ടി. ഇങ്ങനെ ഒരു അവസരം ഈ സംഭാഷണത്തിന് ഒരുക്കിയതിൽ വളരെ സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയയുടെ പ്രവർത്തനങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ സംഭവം എൻ്റെ ലങ്സിന് ബാധിച്ച ഒരു അസുഖത്തോടുള്ള ബന്ധത്തിലാണ്. അത് പ്രവർത്തനശേഷി തീരെ കുറഞ്ഞ് ഇനിയും അത് പ്രവർത്തിക്കുകയില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ ഒരൊറ്റ വഴി മാത്രമേ മുമ്പിലുള്ളായിരുന്നുള്ളൂ. മരുന്നുകളൊന്നും അതുകൊണ്ടൊന്നും ഒരു ഇഫക്റ്റുമില്ല. ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തു ശ്വാസകോശങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചു അതിനൊരു പ്രോസസ്സുണ്ട്, അതൊക്കെ ചെയ്തു. 2 വർഷത്തിന് മുമ്പ് ആ സർജറി വിജയകരമായി പൂർത്തീകരിച്ചു. അതിനുശേഷം ഒരു റിക്കവറി പീരീഡ് ഉണ്ട്. കഴിഞ്ഞ ഒരു സർജറിക്ക് ശേഷം 1 വർഷത്തോളം വളരെ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ചില സെറ്റ് ബാക്കുകളുണ്ടായി. ഇപ്പോൾ ആ ഒരു സെറ്റ് ബാക്കിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെ ഉള്ളൊരു പ്രധാന കാര്യം, ഈ ലങ്സിനെ ശരീരം റിജക്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഇമ്മ്യൂണിറ്റി മരുന്ന് തന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. ലങ്സിനെ റിജക്റ്റ് ചെയ്യാതിരിക്കുന്ന ആ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ മറ്റൊരു രോഗത്തെയും കൺട്രോൾ ചെയ്യുവാനോ റെസിസ്റ്റ് ചെയ്യാനോ ശരീരത്തിന് കഴിയുകയില്ല. അതുകൊണ്ട് ക്രൗഡഡായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് പരിമിതികളുണ്ട്. ആ ഒരു സ്ഥിതിയിലാണ് ദൈവം ഓരോ ദിവസവും ശക്തീകരിച്ച് നടത്തുന്നത്. ഓക്കെ, ശുശ്രൂഷ രംഗത്ത് ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോഴാണ് ഈ ശാരീരിക പ്രയാസങ്ങളിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വിശ്രമത്തിൻ്റെ
അല്ലേ? അതെ. ഒരു റീഹാബ്, അതിനുശേഷം ഇങ്ങനെ ശരീരത്തിന് ആരോഗ്യം ആർജിച്ചെടുക്കുന്ന ഒരു സമയമാണ്. അതെ. വളരെ ആക്റ്റീവായിട്ട് ഓടി നടന്നിടത്തുനിന്ന് സുദീർഘമായൊരു കാലഘട്ടം മുഴുവൻ എനർജറ്റിക്കായിട്ട് ആക്റ്റീവായിട്ട് ഒരു നിമിഷം പോലും കളയാതെ ഓടി നടന്ന് ജോലി ചെയ്തു, സഭയുടെ കാര്യങ്ങൾ നോക്കി, ശുശ്രൂഷിച്ചു, എഴുതി, ഇങ്ങനെ വളരെ പെട്ടെന്ന് അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞ 2 വർഷം ഇരിക്കേണ്ടി വന്നപ്പം എങ്ങനെ അതിനെ മനസ്സെങ്ങനെ അതിനു വേണ്ടി പ്രിപ്പയർ? അതൊരു വലിയ ട്രാൻസിഷനാണ്. പെട്ടെന്ന് ആക്റ്റീവായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഇനാക്റ്റീവ് എന്ന് പറയാനൊക്കത്തില്ല, എങ്കിലും പുറത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ പരിമിതപ്പെടുത്തി പുറത്തു പോകാനും ഒക്കാത്ത ഒരു സ്ഥിതി വരുന്നത് ഒരു വലിയ വിഷമമുള്ള സംഗതിയാണ്. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവവചനങ്ങൾ ഉരുവിട്ട് ശക്തി പ്രാപിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ, ഈ സാഹചര്യത്തിൽ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ വളരെ സമയം ദൈവസന്നിധിയിലിരിക്കുന്നതിനും ചിന്തിക്കുന്നതിനുമൊക്കെയുള്ള സമയം ലഭിക്കാറുണ്ട്. അതുപോലെ മറ്റ് പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കാത്ത, അല്ലെ ചിന്തിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ കാണുന്നതിനും ചിന്തിക്കുന്നതിനും അവസരം ലഭിക്കും. ഫോർ എക്സാമ്പിൾ, പുറത്തോട്ട് നോക്കിയാൽ ഒരു വൃക്ഷത്തെ നാം എന്നും കാണുന്നതാണ്. അതെ. പക്ഷേ ഇപ്പോൾ അതിനെ കാണുന്നത് വേറൊരു നിലയിലാണ്, കുറച്ചുകൂടെ ആഴമായിട്ട്, കുറച്ചുകൂടെ ഹൃദ്യമായിട്ട്. അപ്പം ആ ഒരു മാനസികമായിട്ടുള്ള ചേഞ്ചും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവാണ്, അതിനെ നെഗറ്റീവായിട്ടല്ല ഞാൻ കാണുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തെ ദൈവം ഒരു വിശ്രമത്തിന് വേണ്ടിയും പ്രിപ്പറേഷന് വേണ്ടിയും തന്നിരിക്കുന്ന ഒരു സമയമെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ വളരെ ഊർജ്ജത്തോടും ധൈര്യത്തോടും തന്നെ മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കുന്നു. ഓക്കെ, നമുക്ക് ആ ഭാഗം അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ദൈവം വിടുവിച്ചു, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരുടെ എല്ലാ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകും. ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും കർത്താവിൻ്റെ ദാസൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ രംഗത്തേക്ക് അദ്ദേഹം തിരിച്ച് പൂർണ്ണ നിലയിൽ വരത്തക്ക നിലയിൽ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്പെസിഫിക് പ്രയർ എനിക്കുള്ളത്, പുറത്ത് പോയി റെസ്ട്രിക്ഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നതിനും, ഇപ്പോൾ യാത്ര ചെയ്യുവാൻ റെസ്ട്രിക്ഷനുണ്ട്, ക്രൗഡിൽ പോകുവാൻ റെസ്ട്രിക്ഷനുണ്ട്, സഭായോഗത്തിന് പോലും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. ആ സ്ഥിതി മാറണം. സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ ഉള്ള കൃപ ദൈവം തരണം. ആ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് വന്നാൽ ആലപ്പുഴയാണ് സ്വദേശം. അതെ അല്ലേ? വീട്ടുപേരെങ്ങനെ? മേക്കാട്ട് വീട് എന്നാണ്. ഈ മേക്കാട്ട് പിന്നെ നമ്മുടെ എമിവറീസ് പാസ്റ്റുമായിട്ട് തന്നെ ബന്ധം? എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് കുടുംബയോഗമില്ല? കുടുംബയോഗമുണ്ട്, ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ പാസ്റ്റർ എം വി വർഗീസുമായിട്ട് സ്പെസിഫിക് ആയിട്ട് ബന്ധമുള്ളതായിട്ട് എനിക്കൊരറിവില്ല. നിങ്ങൾ ശരിക്കും എത്ര മക്കൾ? എൻ്റെ മാതാപിതാക്കൾക്ക് 7 മക്കളാണ്. എനിക്ക് മൂത്ത 6 സഹോദരിമാരുണ്ട്. സഹോദരിമാർ. ആ സഹോദരിമാർക്ക് ഏക ആംഗ്ലയായി ഏറ്റവും ഇളയ ആളായിട്ട് ആണ് ജനിച്ചത്. എത്ര പേരുടെ സ്നേഹം അനുഭവിച്ചതാ? തീർച്ചയായിട്ടും വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളരുവാനുള്ള കൃപ ദൈവം തന്നു. ഓക്കെ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ? ആലപ്പുഴ ബീച്ച് വാർഡിൽ, ആലപ്പുഴ സിറ്റി ടൗണിൽ തന്നെ ബീച്ച് വാർഡ് എന്ന് പറയും, അവിടെയാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ ബന്ധുക്കളായി പലരും താമസിക്കുന്നുണ്ട്. ജോർജ് പിള്ള എന്നുള്ള ഒരു പാസ്റ്ററെ ഒരുപക്ഷെ പലരും അറിയുമായിരിക്കും. ഞങ്ങളെല്ലാം അടുത്തടുത്ത വീടുകളിലാണ്. അവിടെ വെച്ചാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് 6 സഹോദരിമാരാണ്. അവരെല്ലാവരും വിവാഹിതരും. 4 പേർ അമേരിക്കയിൽ കുടുംബമായി ആയിരിക്കുന്നു. 2 പേർ കേരളത്തിലാണ്. അതിൽ ഒരാൾ മാത്യൂസ് ചാക്കോ ആൻഡ് റേച്ചൽ, അവർ ബഥനി അക്കാഡമിയുടെ ചുമതല വഹിക്കുന്നു. മറ്റൊരു സിസ്റ്റർ കുഞ്ഞുമോൾ ആൻഡ് ബാബു, അവർ കുമ്പനാട് താമസിക്കുന്നു. അപ്പം നിങ്ങളുടെ ആ ഒരു വിശ്വാസാനുഭവത്തിലേക്ക് അതൊന്നും പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഓർമ്മ മുതൽ ഞങ്ങൾ ഇവാഞ്ചലിക്കൽ ചർച്ചിലായിരുന്നു. എന്നാൽ അതിനു മുമ്പ് മാർത്തോമ ചർച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ചതിന് മുമ്പേ ഉള്ള ആ അടുത്ത വർഷങ്ങളിൽ എൻ്റെ മാതാപിതാക്കൾ ഇവാഞ്ചലിക്കൽ ചർച്ചിലേക്ക്
മാറി. അപ്പോൾ എൻ്റെ ഓർമ്മ ഇവാഞ്ചലിക്കൽ ചർച്ചാണ്. അവിടെ പോകുന്നു, ആരാധനയ്ക്ക് വളരെ കൃത്യമായി പോകുന്നു. സൺഡേ സ്കൂൾ പഠിച്ചതൊക്കെ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അവിടെയാണ് വളരെ സന്തോഷമായി പോകുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പലരും ഒന്നൊന്നായി ഒരുമിച്ചായിരുന്നില്ല. പലരുടെയും അനുഭവങ്ങൾ വേറെ വേറെയാണ്. വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി സ്നാനപ്പെട്ട അനുഭവം മുമ്പോട്ട് വന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ബാപ്റ്റിസം പ്രാപിച്ച് പ്രവചന ശുശ്രൂഷ വരെ ചെയ്യുന്ന ഒരനുഭവം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വളർന്നു വന്നപ്പോൾ എനിക്കും ആത്മീകമായ വലിയ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വഴിയിലുള്ള ഒരു പെന്തക്കോസ്തൽ IPC ചർച്ചാണ്, അവിടെയും പോയി പങ്കെടുക്കും. അവിടെയും പോയി ഇവാഞ്ചലിക്കൽ ആയിരിക്കുമ്പോൾ തന്നെ അവിടെയും പോയി പങ്കെടുത്ത് പിന്നെ വചനം പഠിക്കുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയും അവിടെയുള്ള ഒരു ഇപ്പോൾ CPM ഇപ്പോൾ TPM എന്നറിയപ്പെടുന്ന ചർച്ചിൻ്റെ എസ്കറ്റോളജി വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അതും പോയി പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ സ്വന്തമായും വായിക്കുവാനുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആത്മീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വളർന്നു വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. അങ്ങനെ സ്നാനപ്പെട്ട് IPC ചർച്ചിൽ. ഈ പഠനത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ? എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. സാധാരണ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. മാത്ത് മുതലായ വിഷയങ്ങളിൽ വളരെ താല്പര്യമായിരുന്നു. അതുകൊണ്ട് SSLCയിൽ ആ വിഷയങ്ങൾക്ക് സയൻസ്, മാത്ത് അതിനൊക്കെ വളരെ ഉയർന്ന ഒരു മാർക്ക് ലഭിച്ചു. അത് പിന്നെ പ്രീ ഡിഗ്രി 2 വർഷത്തെ പ്രീ ഡിഗ്രി ഉണ്ട്. അതും മാത്ത് വിഷയത്തിൽ എടുത്തു. അതിനുശേഷം അങ്ങനെ എൻജിനീയറിങ് അങ്ങനെ മുമ്പോട്ട് പോയി. എൻജിനീയറിങ് എവിടെ ആയിരുന്നു? എൻജിനീയറിങ് പഠിച്ചത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് CETയിലാണ്. അതിനുശേഷമാണ് IIT. അത് കഴിഞ്ഞ് IIT. CETയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഷയം എടുത്ത് പഠിച്ചു. അതിനുശേഷം ഡൽഹി IITയിൽ ഉപരിപഠനം നടത്തി. ഈ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിലോട്ട് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ ഫീൽഡിലോട്ട് എങ്ങനെ വന്നു? അതും യാദൃശ്ചികമായ ഒരു വഴിത്തിരിവാണ്. അപ്പോൾ ഞാൻ ഉപരിപഠനം നടത്തിയത് കമ്പ്യൂട്ടർ ഫീൽഡിലാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലായിരുന്നു. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ നിന്ന് ഞാനൊരു സോഫ്റ്റ്വെയറിലേക്ക് ഒരു ചേഞ്ച് നടത്തി. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെയുള്ള അന്ന് പണ്ട് തൊട്ടേ ഫൈനാൻഷ്യൽ ഫീൽഡിൽ കമ്പ്യൂട്ടർ ധാരാളം ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് കടന്നു വന്നു. ആ ഒരു മേഖലയിൽ ജോലി ആരംഭിച്ചു. ഓക്കെ. ഈ ഡൽഹി IIT കാലത്താണ് ഈ KT തോമസുമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ ഡൽഹി ചെന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത്. ആ പരിചയമാണ് ഈ സുജ എന്ന് പറയുന്ന ഈ സഹോദരിയെ കണ്ടുമുട്ടാൻ കാരണമായത്. ഒരു വിധത്തിൽ ശരിയാണ്. ഓക്കെ. അന്ന് ഈ ഒരു യുവാവ് എന്നുള്ള നിലയിൽ ഈ KT തോമസുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു? ഞാൻ അവിടുത്തെ ചർച്ചിലെ മെമ്പർ എന്നുള്ള നിലയിലാണ്. അങ്ങനെ ഡൽഹിയിൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചിലെ മെമ്പർ എന്നുള്ള നിലയിൽ പോയി പരിചയപ്പെട്ടു. ചർച്ചിൽ റെഗുലറായിട്ട് പോകുമായിരുന്നു. ആത്മീക മീറ്റിങ്ങുകളിലും അവിടുത്തെ PYPയിലും ഒക്കെ വളരെ സജീവമായി പങ്കെടുക്കുമായിരുന്നു. അങ്ങനെയാണ് ചർച്ചുമായിട്ടുള്ള ഒരു ബന്ധം. ഈ കല്യാണം ആലോചിച്ചതാരാ? പിന്നെ സുജയുടെ ഫാദർ എൻ്റെ മാതാവിന് എഴുത്തെഴുതി. അപ്പം എന്നെക്കുറിച്ച് അവർക്കൊരു മതിപ്പ് തോന്നി. അങ്ങനെ വിവാഹത്തിൻ്റെ കാര്യം ആലോചിച്ചു. അമ്മയുമായിട്ട് അങ്ങനെ കറസ്പോണ്ടൻസ് ചെയ്ത് അത് ഉറപ്പിക്കുകയായിരുന്നു. സുജി ആൻ്റിയോട് ചോദിച്ചാണോ ഫാദർ അത് ചെയ്തതോ? അതെ, മദർ ചോദിച്ചു. ഓക്കെ. അന്ന് എന്തോ ചെയ്യുമായിരുന്നു? പഠിക്കുമായിരുന്നു അതോ? ഞാൻ പഠിക്കുമായിരുന്നു. എന്തോ പഠിച്ചുകൊണ്ടിരുന്നു? ഞാൻ BA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ വിവാഹം എന്നായിരുന്നു? ഏത് വർഷം നടന്നത്? 1985 85 ജാനുവരിയിലായിരുന്നു വിവാഹം. അത് ആലപ്പുഴ വെച്ചായിരുന്നു വിവാഹം. വിവാഹം നടത്തിയത് PM ഫിലിപ്പ് പാസ്റ്ററാണ്. PM ഫിലിപ്പ് പാസ്റ്റർ. അതെ. ഓക്കെ.
PM ഫിലിപ്പൊക്കെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് നൊസ്റ്റാൾജി. അതെ അതെ അതെ, അതൊക്കെ എപ്പോഴും മറക്കാൻ കല്യാണം നടത്തിയതും PM ഫിലിപ്പ്. അപ്പോൾ ഒരു യോജിപ്പുണ്ടല്ലോ. പിന്നെ അതൊരു വല്ലാത്ത ഓർമ്മയാ. അതെ, തീർച്ചയായിട്ടും ഇതിന്റെ അതെ അതെ ശുശ്രൂഷ, കല്യാണം ശുശ്രൂഷയ്ക്ക് അദ്ദേഹം വരുമ്പോൾ ഈ ഉത്തരീയം ഇട്ടോണ്ട ഏതാ ഒരു രണ്ടാം മുണ്ട് ഇങ്ങനെ തോളത്ത് കാണും. അതൊക്കെ പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് ആ സമയത്ത് വീണ്ടും ഓർക്കാനുള്ള ഒരു കാര്യം, അതിന് ഒരു വിവാഹത്തിൻ്റെ ആ സമയത്ത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചിക്കൻ പോക്സ് പിടിച്ചു. അത് ശരീരമാസകലം തന്നെയല്ല, മുഖത്തും ആസകലം. ആ പാടുകൾ ഇപ്പോഴും ഉണ്ട് അല്ലേ? മുഖത്ത് ആസകലം പിടിച്ചു. ചോദിച്ചിട്ടില്ല, എൻ്റെ രൂപം തന്നെ മാറിപ്പോകുന്ന പോലെ അത് അങ്ങനെ. അപ്പോൾ ഒരു 2 ആഴ്ചയും വളരെ വിശ്രമത്തിലായിരുന്നു. അത് കഴിഞ്ഞ കല്യാണത്തിന് ഇത് ജസ്റ്റ് കല്യാണത്തിന് വരുന്ന സമയത്താണ് കുളിക്കുന്നത്. സുജാന്റി എങ്ങനെ ഇത് കണ്ടവരെല്ലാം വളരെ അത്ഭുതപ്പെട്ടിട്ട് എന്നാലും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടേച്ച് കല്യാണ വേദി വന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളായി പോയില്ല. വിവാഹം മാറ്റി വെക്കാം ദിവസം ഒക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ മാതാവായിരുന്നു, എൻ്റെ മമ്മി വളരെ സ്ട്രോങ് ആയിരുന്നു. പറഞ്ഞു ഒരു കുഴപ്പമില്ലായിരുന്നു. മമ്മി വളരെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അതേ ദിവസം നടക്കട്ടെ എന്ന് വെച്ച്. പിന്നെ എനിക്കിത് വരുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു എല്ലാവർക്കും. എൻ്റെ മമ്മി അന്നേരവും പറഞ്ഞു മോക്കൊന്നും വരത്തില്ല, ഒരു കുഴപ്പമില്ല, ദൈവം സഹായം. അങ്ങനെ ഈ ഭാഷ കെ.ടി. തോമസ് വളരെ അഡമൻ്റ് ആയിട്ടുള്ള മനുഷ്യനല്ലായിരുന്നു. നിങ്ങളോട് മക്കളോട് എങ്ങനെയായിരുന്നു? ഞങ്ങളോട് അത്ര ഇങ്ങനൊന്നുമില്ല, റഫൊന്നുമല്ല. തമാശ പറയുമായിരുന്നു? പക്ഷെ തമാശ ഒന്നും പറയത്തില്ല, പട്ടാളച്ചിട്ടയായിരുന്നു. വളരെ ചുരുക്കമായി ഞങ്ങൾ തമ്മിൽ മക്കളുമായിട്ടൊരു സംസാരം വളരെ ഇങ്ങനെ വീട്ടില് പാസ്റ്റേഴ്സും മീറ്റിങ്ങും കൺവെൻഷനും ബൈബിൾ ക്ലാസ് ഇതൊക്കെയാണ് അവരുമായിട്ടേ ഉള്ളൂ. വേറൊരു തലത്തിലാണ് അവരൊക്കെ ജീവിതത്തെ കണ്ടത് അല്ലേ? സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷേ ഞാൻ എൻ്റെ ഫാദർ പാസ്റ്റർ ആയിരുന്നല്ലോ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നില്ല എൻ്റെ ഫാദർ എന്നെ ഒന്ന് ഹഗ് ചെയ്തത് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ഓർമ്മയില്ല. ഇല്ല, എന്നെ മോനെ എന്ന് വിളിച്ചിട്ടില്ല. ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയത്തോടെയുള്ള ഒരു സ്നേഹമായിരുന്നു മാതാപിതാക്കളോട് അല്ല എൻ്റെ ഫാദറിനോടുള്ളത്. അപ്പം എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അവസാന കാലം വരെ എൻ്റെ കൂടെ എൻ്റെ ഫാദർ ലാസ്റ്റ് കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ഞാനും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ വൈഫ് വിളിക്കും, അച്ചാച്ച കഴിക്കാൻ സമയമായി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ വന്നിരിക്കും, മെയിൻ കസറയിലിരിക്കും, ഞാൻ തൊട്ടടുത്തിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കും. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ തമ്മിൽ ഒരു വാക്കും സംസാരിക്കാറില്ല. അപ്പം എൻ്റെ ഫാദറിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വൈഫിനോട് പറയും, പ്ലൻസിയോട് പറയും, മോനോടൊന്ന് പറയണം, സാമിനോട് പറയണം. സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഭയങ്കര ബഹുമാനം. എൻ്റെ ഫാദറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമാനവും ഭയങ്കര ബഹുമാനവുമാണ്. പക്ഷേ ഈ തമ്മിൽ സംസാരിക്കുന്ന ഒരു രീതി അന്ന് എന്തില്ല, അത്രയും ഇല്ലായിരുന്നു. അതൊരു വല്ലാത്ത കാലഘട്ടമാണ്. പക്ഷെ അതിനും കൂടി ഞാൻ എൻ്റെ മക്കളെ ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കില്ല, തമാശയൊക്കെ പറയും. അപ്പോൾ ഈ എൻ്റെ മോളെപ്പോഴും പറയും, നീ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, പുറത്തിങ്ങനെ ഒന്നും പറയാറില്ലല്ലോ. എനിവേ അതുകൊണ്ട് അപ്പം പിന്നെ എന്നിട്ട് നിങ്ങളുടെ വിവാഹാനന്തരം പിന്നെ എങ്ങോട്ടായിരുന്നു? വിവാഹാനന്തരം ഞാൻ ഡൽഹിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള അധ്യാപനമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള പ്രൊഫഷണൽസിന് വേണ്ടി കമ്പ്യൂട്ടർ സംബന്ധിച്ച്, കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ പ്രോഗ്രാമിംഗ് ഒക്കെ ഇങ്ങനെ തുടങ്ങി വരുന്ന ഒരു IBM അതുപോലെ ഈ പിന്നെ ഡെസ്ക്ടോപ്പും ഒക്കെ അങ്ങോട്ട് തുടങ്ങുന്ന ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് എന്നുള്ള വിഷയം അവിടുത്തെ ഒത്തിരി കമ്പനികൾക്ക് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ കമ്പനികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ജോലി ആണ്. അമേരിക്കയിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ഏത് വർഷമാണ്? അപ്പം ഡൽഹിയിൽ നിന്ന്, ഞങ്ങൾ ഇന്ത്യയിലായിരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന്
ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി. ഓ, ഒരു 4 വർഷം ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. അത് എനിക്കറിയത്തില്ല. ഓക്കെ. അപ്പോൾ അവിടെ സുജയ്ക്ക് അവിടെ ഒരു ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഒരു അഡ്മിഷൻ കിട്ടി. യാദൃശ്യമായിട്ട് ബൈബിളിലൊക്കെ പഠിച്ചാണോ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത്? അതൊരു എനിക്കറിയത്തില്ല കേട്ടോ. അല്ലല്ല, അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതൊരു യാദൃശ്യമായിട്ടുള്ള, എൻ്റെ ഒരു സിസ്റ്ററും ഫാമിലിയും അതിന് മുമ്പ് ഒരു 2 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ പോയായിരുന്നു. എൻ്റെ ബ്രദറിൻലോ അവിടെ ഒരു ബൈബിൾ കോളേജിൽ, മെൽബോണിനടുത്തുള്ള ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പം അവിടുത്തെ ഒരു ആപ്ലിക്കേഷൻ അയച്ചു കൊടുത്തു, ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പം ഞാനും എൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ പോയി. വളരെ ഈസി ആയിട്ട്, അന്ന് വളരെ ഈസി പ്രോസസ്സാണ്. അപ്പം ഞങ്ങൾക്ക് വിസ കിട്ടി. അങ്ങനെ പോയി. പിന്നെ ഇപ്പം സുജി അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഞങ്ങൾ താമസിച്ചിരുന്നതിൻ്റെ അടുത്തൊരു കമ്മ്യൂണിറ്റി കോളേജിൽ ഈ പിന്നെ പഠിപ്പിക്കാനുള്ളൊരവസരം കിട്ടി. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത് ഒരു വലിയൊരു ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു യൂണിവേഴ്സിറ്റി പോലുള്ള അവിടെ പിന്നെ പഠിപ്പിക്കാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി. അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മൊണാഷ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് മെർജ് ചെയ്തു. അങ്ങനെ ഞാൻ ആ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ ചില വർഷങ്ങൾ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 4 വർഷം ഞങ്ങളവിടെ. ഈ അധ്യാപന ജോലി ഇഷ്ടമുള്ള ഒരു കാര്യം, പ്രൊഫഷൻ? അതെ, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇസ്രയേലിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു സിസ്റ്റർ അമേരിക്കയിൽ വരുന്നതിന് വേണ്ടിയുള്ള ഫയലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലായിരിക്കുന്ന സമയത്താണ് അതിൻ്റെ സമയം വന്നത്. അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ വിസ കിട്ടി, ഫാമിലിയായിട്ട് അമേരിക്കയിലേക്ക് കടന്നു വന്നു. ഈ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുന്നതിനൊക്കെ മുമ്പേ തന്നെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു അല്ലേ? അതെ, ആത്മീയ ശുശ്രൂഷകളിലൊക്കെ സജീവമായിരുന്നു, പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നാട്ടിൽ വെച്ചും ആത്മീയ ശുശ്രൂഷകളിൽ വളരെ താല്പര്യവും കഴിയുന്ന അവസരങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ ആരാധിച്ചിരുന്നത് IPC ചർച്ച്, PMGയിലുള്ള താബോർ ചർച്ച്, അവിടെയാണ് ആരാധിച്ചിരുന്നത്. എഞ്ചിനീയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ആക്റ്റീവായിരുന്നു, PYPയിലൊക്കെ ആക്റ്റീവായിരുന്നു. അധ്യാപകനായിട്ടും സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഡൽഹിയിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ചർച്ച് സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ സജീവമാണ്. അപ്പോൾ അതിനോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുകയും അവിടെ ചർച്ചിൽ തന്നെ ആക്റ്റീവായിട്ട് വചനം സംസാരിക്കുകയും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു സുവിശേഷ പ്രവർത്തനത്തിന് ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുന്നത്, ഒരു മിഷൻ ട്രിപ്പ് എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനത്തിൽ ഈ ഇൻഡെപ്തിലത് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ആദ്യമായി പോയ. പിൽക്കാലത്ത് സഭയുടെ ലീഡർഷിപ്പിലൊക്കെ വന്നപ്പോൾ അത് ഒത്തിരി പ്രയോജനപ്പെട്ടു. തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്പെടും. അന്ന് ആദ്യമായി പോയത് ആ സ്ഥലം ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്. പിന്നെ നവാപൂർ ഇന്ന് വളരെ പ്രസിദ്ധമാണല്ലോ, നവാപൂർ കൺവെൻഷൻ. അപ്പം നവാപൂരിലാണ് പോയത്. ഈ കൺവെൻഷനൊക്കെ തുടങ്ങുന്നതിന് ഏകദേശം ആ സമയത്ത്, അത് തുടങ്ങി വരുന്നേ ഉള്ളത് അവിടെ ഇന്നുള്ള തോമസ് മാത്യുവിൻ്റെ ആ കൺവെൻഷൻ തുടങ്ങി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ IPC നോർത്തേൺ റീജിയൻ അവിടെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ചില ദിവസങ്ങൾ താമസിച്ച് പ്രവർത്തിച്ചു. അതിനുശേഷം പിന്നെ ധാരാളമായിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. ഓക്കെ. ഈ പിന്നീട് അമേരിക്കയിലേക്ക് വന്നു, ന്യൂയോർക്കിലായിരുന്നു വന്ന സമയം മുതൽ ന്യൂയോർക്കിലാണ് താമസമാക്കിയത്. അപ്പോൾ ഇവിടെ വന്ന ഉടനെ തന്നെ ജോലി കിട്ടി. വലിയ എക്സ്പീരിയൻസ് വെച്ച് വലിയ പ്രയാസമില്ല. അല്ല, തുടങ്ങിയതും ഇതുപോലെ ഒരു അധ്യാപകനം, ഒരു കമ്പനി, ഇവിടുത്തെ മറ്റ് കമ്പനികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പം ആ കമ്പനിയിൽ എന്നെ ഒരു ട്രെയിനറായിട്ട് അവരെടുത്തു. അപ്പോൾ ആ സമയത്ത് കാലിഫോർണിയയിലും പിന്നെ ഈ ഇന്നത്തെ നമ്മുടെ സിലിക്കോൺ വാലി ഉണ്ടല്ലോ, അവിടെയുള്ള പല കമ്പനികളിലും പോയി പഠിപ്പിക്കുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ നാൾ ചെയ്തു. അതിന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ
കാര്യം ശരി, IIT ഒക്കെ കഴിഞ്ഞ് ഈ കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് എന്താ അതിന് ഒരു പ്രചോദനമായത്? അന്ന് ഈ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ മേർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അന്ന് ഈ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ വളരെ വിപുലമായിട്ടൊന്നും ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. കാൽക്കുലേറ്ററിന്റെ ഒരു പുതിയ വേർഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഡെവലപ്പ് ചെയ്ത വേർഷൻ. അപ്പം ഞാൻ പോയി, എനിക്ക് അഡ്മിഷൻ കിട്ടിയത് IIT അഡ്മിഷൻ കിട്ടുന്നത് വലിയ പ്രയാസമാണ്. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയ ബ്രാഞ്ച് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ചിലാണ് കിട്ടിയത്. അത് തന്നെ അവിടെ ഒരു ആരംഭദശയിലായിരിക്കുമല്ലോ ആ സബ്ജക്റ്റ്, അതോ? അത് വളരെ ഡെവലപ്ഡ് ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം ഡെവലപ്ഡ് ആണ്. കാരണം അത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയും. IBMൻ്റെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറാണ് പ്രധാനമായിട്ട് അതിന് ഉപയോഗിച്ചിരുന്നത്. മറ്റ് ചില കമ്പനികളുടെ ഉണ്ട്. അത് വളരെ ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. അന്നത്തെ കമ്പ്യൂട്ടറിന് തന്നെ വലിപ്പം ഉണ്ടായിരുന്നു. വലിയ റൂമിൻ്റെ വലിപ്പം, എയർ കണ്ടീഷൻ, ഒത്തിരി ചൂട് പുറപ്പെടുവിക്കും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ആക്ച്വലി അതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്ന ആ 2 വർഷങ്ങളിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. അവിടെ ആക്ച്വലി കമ്പ്യൂട്ടർ അന്നും അത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. അപ്പോൾ അത് തന്നെ ഞാൻ ഈ കമ്പ്യൂട്ടർ പഠിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഗുഡ് ന്യൂസിൽ ജോലി ചെയ്ത കാലഘട്ടത്തിലാണ്. ഗുഡ് ന്യൂസിൽ ജോലി ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഒരു 87, 88 ആ കാലഘട്ടത്തിലാണ്, 88, 89 ആ കാലഘട്ടത്തിലൊക്കെ. അപ്പം 90 മുമ്പായിട്ട്. അപ്പം ആ കാലഘട്ടത്തിലാണ് ഗുഡ് ന്യൂസിൽ ഈ DTP ഉള്ള കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുവേണ്ടി AC റൂം ഉണ്ടാക്കി, വലിയ സംവിധാനങ്ങളെല്ലാം ഒരുക്കി. എന്നെയും എൻ്റെ ഒരു സ്നേഹിതൻ ഫിന്നിയുണ്ട്, ഞങ്ങളെ 2 പേരെയും ഇത് പഠിക്കാൻ വിട്ടു. അങ്ങനെ ഞങ്ങൾ പോയി DTP പഠിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇത് AC റൂമിലൊക്കെ ഇത് വളരെ സുരക്ഷിതമായിട്ട് വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം ആ കമ്പ്യൂട്ടറിൻ്റെ ശക്തിയുള്ള കമ്പ്യൂട്ടർ നമ്മളുടെ ചെറിയ ഫോണിൻ്റെ അകത്ത് പോലും അതിനെക്കാട്ടിലും ശക്തിയുള്ളത്. അതെ. പിന്നെ മാത്രമല്ല അന്ന് അതിൻ്റെ വില ഈ ഡെസ്ക്ടോപ്പ് സംവിധാനം എനിക്ക് തോന്നുന്നു 4 ലക്ഷം 4.5 ലക്ഷം രൂപ മുടക്കിയാണ് അന്ന് വാങ്ങിയത്. ഇന്ന് ആ സിസ്റ്റത്തിന് 40,000 രൂപയുണ്ട്. അതുപോലെ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരു ഇങ്ങനെ കാർഡ് പഞ്ച് കാർഡെന്ന് പറയും. അപ്പോൾ കാർഡിലാണ് പ്രോഗ്രാം പഞ്ച് ചെയ്ത് നമുക്ക് ഇന്നത്തെ പോലെ ഡയറക്റ്റായിട്ട് പിന്നെ ചെയ്യാൻ ഒക്കുന്ന ചില കമ്പ്യൂട്ടറുണ്ട്, മൾട്ടി ടെർമിനൽ സിസ്റ്റംസ് ഉണ്ട്. എന്നാൽ സാധാരണ ഒരാൾക്ക് അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ ആ പ്രോഗ്രാം മുഴുവൻ ഒരു ഡെക്ക് ഓഫ് കാർഡിൻ്റെ അകത്ത് അത് പഞ്ച് ചെയ്ത് ആ പഞ്ച് അത് ഫീഡ് ചെയ്യണം. അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ പഴയ ഓക്കെ. എനിവേ, അമേരിക്കയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ സഭാപരമായ കാര്യങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു? ഏത് സഭയിലാണ് ഇവിടെ? അമേരിക്കയിൽ വരുന്ന സമയത്ത് താമസമാക്കിയത് ന്യൂയോർക്കിലാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ന്യൂയോർക്കിലെ IPA ഇന്ത്യ പെന്തക്കോസ്റ്റ് അസംബ്ലി. അപ്പോൾ അന്ന് പാസ്റ്റർ കെ വി കുര്യനായിരുന്നു. അപ്പോൾ ആ ചർച്ചിലാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ 2 സിസ്റ്റേഴ്സ് ഓൾറെഡി ആ ചർച്ചിലെ മെമ്പേഴ്സായിരുന്നു. അതുകൊണ്ട് ആ ചർച്ചിൽ ചേർന്നു. പിന്നെ ചർച്ചിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പാസ്റ്റർ കെ വി കുര്യനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ശുശ്രൂഷയ്ക്ക് വിളിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരെ താൻ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്നെയും പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നു. ചർച്ചിലെ ഡീക്കൻ ആയി. ഈവൻ നമ്മൾ സാധാരണ ഓർഡിനേഷൻ കിട്ടാത്തവരെ കൊണ്ട് തിരുവത്താഴം പോലും സാധാരണ കൊടുപ്പിക്കത്തില്ല ഉണ്ടായിരുന്നു. എന്നാൽ അന്നേ പാസ്റ്റർ കെ വി കുര്യന് അദ്ദേഹം തിരുവത്താഴം കൊടുപ്പിക്കുമായിരുന്നു. അത് ഈ ഡീക്കൻസിനെയൊക്കെ അതിന് അനുവദിക്കും. അപ്പം അങ്ങനെ ആണ് വളരെ പിന്നെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന IPC പാസ്റ്റേഴ്സിൽ ഏറ്റവും പ്രോമിനൻറ്റ് ഫിഗേഴ്സിൽ ഒരാളായിരുന്നു. അതെ. വളരെ തന്നെയല്ല, അദ്ദേഹം ബോംബെയിലും ഒക്കെ ദീർഘകാലം പ്രവർത്തിച്ചിട്ടും അങ്ങനെയൊക്കെയാണല്ലോ വന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. ഒരു നല്ല ലീഡറായിരുന്നു. ഒരു വിഷണറി ആയിരുന്നു, ലീഡറായിരുന്നു. ആളുകളെ മനസ്സിലാക്കി, കാലഘട്ടത്തെ മനസ്സിലാക്കി. തന്നെയല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയത് അദ്ദേഹത്തിന് ഈ
പുതിയൊരു ലീഡർഷിപ്പിനെ മെൻറ്റോർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അതെ. ഇപ്പോൾ സഭയുടെ ഇപ്പോൾ ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഫിന്നി സാമുവൽ ആണെങ്കിലും അവിടെ വളർന്ന് ആ കെ.വി. കുര്യൻ പാസ്റ്ററുടെ ആ മെൻറ്റോറിങ്ങിൽ വന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു നല്ലൊരു കാഴ്ചപ്പാട് പാസ്റ്റർ കെ.വി. കുര്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരവസരം അങ്ങനെ ദൈവം എനിക്കും തന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ശുശ്രൂഷയിലേക്ക്, അതിനു മുമ്പേ ശുശ്രൂഷ നാട്ടിൽ വെച്ച് ചെയ്യുമായിരുന്നു, എന്നാലും അമേരിക്കയിലെ ശുശ്രൂഷ. സാധാരണ സംഭവിക്കുന്നത് ഇങ്ങനെ കഴിവുള്ള ഒരാൾ വന്നാൽ എന്റെ സ്ഥാനം പോകുമോ എന്നൊരു ഭയം അകറ്റി നിർത്തുന്ന ഒരു സാധാരണ സംഭവം കൂടെ കൊണ്ടുപോകുമെങ്കിലും അല്ലെ ഉൾക്കൊള്ളുമെങ്കിലും ഒരു അകലം വിട്ട് പറ്റാനേ സമ്മതിക്കാറുള്ളൂ. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് വളരെ ഈസി അല്ലേ ഒരു പുതിയ സഭ ഉണ്ടാക്കാനൊക്കെ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാലും ആ കാര്യത്തിലൊക്കെ ഒരു വിശാലമായ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിവേ ദെൻ അവിടുന്ന് ഒരു പ്രൊഫഷണലാണ്, ജോലിയുടെ തിരക്കുകളുണ്ട്, അതിൻ്റെ കൂടെയാണ് ഈ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ ഒരു പൂർണ്ണ സമയം ഒരു സഭയുടെ പാസ്റ്റർ എന്നുള്ള നിലയിലേക്ക് പിന്നീട് അത് എങ്ങനെയാണ് മെർജ് ചെയ്തത്? അപ്പം ഇങ്ങനെ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഞാൻ ആ സമയത്ത് ജോലി ചെയ്തിരുന്നു. അപ്പം മോർഗൻ സ്റ്റാൻലിക്ക് ഇന്ത്യയിലൊരു ബ്രാഞ്ച് അവർ തുടങ്ങിയ സമയമല്ല, അതിനുശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞ്. അപ്പം ഞാൻ ചിന്തിച്ചു ഇന്ത്യയിൽ ആ ബ്രാഞ്ചിൽ പോയിന്ന് വർക്ക് ചെയ്താൽ എന്താ. അങ്ങനെയാണ് മുംബൈയിൽ വരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ അധികാരികളോട് ചോദിച്ചു, അവർ അനുവദിച്ചു. അങ്ങനെ മുംബൈയിൽ വന്ന് 2 വർഷം ഞാൻ ഓർക്കുന്നുണ്ട്. മോർഗൻ സ്റ്റാൻലിയുടെ ഓഫീസാണ്. ഓർക്കാനുള്ള കാരണം അന്ന് അവിടെ വിശാലമായ ഒരു മീറ്റിംഗ് നടത്തി. അതായത് മുംബൈയിലെ മുഴുവൻ പെന്തക്കോസ്ത് സഭകളെയും സംയുക്തമായി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തി. ഞാൻ ആ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് വന്നു. അത് പ്രത്യേകം അത് ഓർക്കാൻ കാരണം ഞാൻ ഈ ഹാലലിയ ഈ ഡയറക്ടറി പെന്തക്കോസ്റ്റൽ ഡയറക്ടറി പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ എഡിഷനാണെന്ന് തോന്നുന്നു. ഏത് വർഷമായിരുന്നത്? അത് നടന്നത് 2000. ഈ 2000-ലെ ഹാലലിയയുടെ ആ ഡയറക്ടറിയുടെ റിലീസിങ് മുംബൈയിലെ ഈ മീറ്റിങ്ങിൽ വെച്ചാണ് നടത്തിയത്. അതാണ് എനിക്കത് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം പിന്നെ എനിവേ അതൊരു വലിയൊരു ഇവന്റ്. അതുപോലൊരു ഇവന്റ് പിന്നെ മുംബൈയിൽ നടന്നിട്ടില്ല. ഞാൻ പിന്നീട് പലപ്പോഴും അത് 2000-ൽ ഞങ്ങളിങ്ങ് മടങ്ങി വരികയും ചെയ്തു. അപ്പം അതിനുശേഷം അതുപോലൊരെണ്ണത്തിന് നേതൃത്വം കൊടുക്കാൻ ഒത്തില്ല. അതിനുശേഷം 1 വർഷം 1-2 വർഷമെങ്കിൽ ഏതാണ്ട് നടന്നിട്ടുണ്ട്. എല്ലാ സഭകളും കൂടെ ഒന്നിച്ച് അന്ന് വളരെ പർട്ടിക്കുലറായിട്ട് എല്ലാ പെന്തക്കോസ് മലയാളി സഭകൾ, മലയാളികളല്ലാത്ത 1-2 സഭകളും ജോയിൻ ചെയ്തു. പക്ഷേ മലയാളി സഭകൾ അപ്പം അതിനുവേണ്ടി എന്നുള്ള നമ്മുടെ ലീഡേഴ്സിനെ എല്ലാം പേഴ്സണലായിട്ട് പോയി. ആദ്യ സമയങ്ങളിൽ അത് വലിയൊരു പ്രയാസമുള്ള കാര്യമായിട്ട് അതുകൊണ്ട് എനിക്കറിയാം. ഏകദേശം 1 വർഷം അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് അക്ഷീണം പ്രവർത്തിച്ച് ഞാൻ തന്നെയല്ല, ഒരു നല്ലൊരു ടീം ദൈവം തന്നു. ആ ടീമിൻ്റെ പ്രവർത്തനം അപ്പോൾ എല്ലാവർക്കും ബോധ്യമായി ഇത് എന്തെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് എന്നുള്ളത് ലീഡേഴ്സിനൊക്കെ ബോധ്യമായി. അങ്ങനെ എല്ലാവരും വളരെ സഹകരിച്ചു. സത്യത്തിൽ ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും അതുപോലുള്ള സമ്മേളനങ്ങൾ നടക്കേണ്ടതാണ്. കാരണം നമ്മൾ എല്ലാവരും ഒരേ ഫെയ്ത്ത് ആണല്ലോ. ഈ സഭകളെല്ലാം പല ബാനറിന് കീഴിൽ പല കൊടികൾക്ക് കീഴിലാണെങ്കിലും വൺസ് ഇൻ എ വൈൽ, വർഷത്തിലൊരിക്കൽ അങ്ങനെ ഒരു സംയുക്ത ആരാധന ഒന്നിച്ച് കൂടാൻ പറ്റുകയായിരുന്നെങ്കിൽ എന്തോ ഒരു നല്ല അനുഗ്രഹിക്കപ്പെടുക. ഈവൻ കേരളത്തിൽ പോലും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. പല പാസ്റ്റേഴ്സ് ലീഡേഴ്സും പറഞ്ഞു നമുക്കെങ്കിൽ ശനിയാഴ്ച നടത്താം എന്ന് വെച്ചാൽ ഒരു ഹാഫ് പാർട്ടിസിപ്പേഷൻ, വരുന്നവർ വന്നില്ല എന്നുള്ള. ഞാൻ പറഞ്ഞു ശനിയാഴ്ച നടത്തുന്ന വിഷയമേ ഇല്ല, നടത്തുകയാണെങ്കിൽ ഞായറാഴ്ച നടത്തുന്നുവെന്ന് മാത്രമല്ല സ്വന്തം സഭകളിൽ മീറ്റിംഗ് ഇല്ല എന്ന് ഡിക്ലെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ നടത്തിയാൽ മതി എന്ന് വളരെ
നിർബന്ധപൂർവം അത് എല്ലാവരും വളരെ അംഗീകരിച്ചു. ഒരു വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ദൈവം അന്ന് കൊണ്ടുവന്ന ഒരു പല നമ്മുടെ മെയിൻ ലൈൻ ചർച്ച് മാത്രമല്ല, അല്ലാതുള്ള എല്ലാ ചർച്ചുകളും, ഞാൻ ഓർക്കുന്നു മഹനീയം ചർച്ച്, അതൊക്കെ വളരെ നന്നായിട്ട്, ഒരുപക്ഷെ ഞാൻ വിചാരിക്കും അങ്ങനെ ഒരു ഇവൻറ്റിന് വേണ്ടി ആയിരിക്കാം ഞങ്ങളെ ദൈവം കൊണ്ടുപോയതെന്ന് പോലും. എന്നാൽ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ മദർ, എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അമ്മ ഇങ്ങോട്ട് പലപ്പോഴും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അമ്മ വന്നിട്ടങ്ങ് പോകും. ഓക്കെ. അപ്പോൾ അവിടെ മതി എന്നുള്ള ഒരു രീതിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് ബോംബെയിലാണെങ്കിൽ ആലപ്പുഴയുമായിട്ട് എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന ഒരു സാഹചര്യമാണല്ലോ, അതും കൂടെ വിചാരിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ അമ്മയും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവിടുന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് 2000 തിരിച്ചു വന്നു. എന്നാൽ അതിനു മുമ്പ് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഓർഡിനേഷൻ നടന്നത്. അതും ഇതുപോലെ ഒരു ദിവസം പാസ്റ്റർ KV കുര്യൻ എന്നെ വിളിച്ചു. ഞാൻ ബോംബെയിലായിരിക്കുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞു, സാം ഇവിടെ ഒരു ഓർഡിനേഷൻ നടക്കുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് സാമിനെ ഓർഡൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ സാം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു മറുപടി പറയണം, ഇന്ന ഡേറ്റിലാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്താണ് IPA വിളിച്ച് തന്നെ നാട്ടിൽ നിന്ന് ദൈവദാസന്മാർ TS എബ്രഹാമും KC ജോണും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഫിന്നി, ഇപ്പോൾ അവിടുത്തെ പാസ്റ്ററായിരിക്കുന്ന ഫിന്നി, ബാബു തോമസ്, അങ്ങനെയുള്ള 5 ദൈവദാസന്മാർ, പാസ്റ്റർ ജോളി, അങ്ങനെ ഉള്ള 5 പേരുടെ. അപ്പോൾ ആ ഓർഡിനേഷൻ എനിക്ക് ലഭിച്ചു ആ സമയത്ത്. അപ്പോൾ അതിനുശേഷം മടങ്ങി വന്നിട്ട് ഒരു സഭാ ശുശ്രൂഷ എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നേ ഇല്ല. കാരണം ജോലിയുടെ തിരക്കുണ്ട്. അപ്പോൾ ആ സമയമായപ്പോഴേക്കും നോർത്ത് ഇന്ത്യയിലെ വർക്കിൻ്റെ ഒരു ചുമതല എനിക്കുണ്ട്. നോർത്തേൺ റീജിയൻ്റെ IPC നോർത്തേൺ റീജിയൻ്റെ. അപ്പോൾ അതും പിന്നെ കുടുംബത്തിൻ്റെ വിഷയങ്ങളുമായിട്ട് വളരെ ബിസിയായിട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഫിലദൽഫിയയിലെ ഗ്രേസ് പെൻറ്റക്കോസ്റ്റൽ ചർച്ച്, അതിലെ ഒരു ചുമതലക്കാരൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾക്കൊരു പാസ്റ്ററെ വേണം, പാസ്റ്റർ വന്നാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഞങ്ങൾ ചിന്തിച്ചു, ഭവനത്തിൽ ചിന്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് റെസ്ട്രിക്ഷൻസ്, ഞങ്ങൾക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനൊക്കത്തില്ല, ഫിലദൽഫിയയിലേക്ക് വരാനൊക്കത്തില്ല, ഇവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ വന്ന് ശുശ്രൂഷിക്കാം, അത് സമ്മതമാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഭ അത് സമ്മതിച്ചു. അങ്ങനെ ഫിലദൽഫിയയിലെ ഗ്രേസ് പെൻറ്റക്കോസ്റ്റൽ ചർച്ചിൽ 6 വർഷം ഞാൻ ഓർക്കുന്നുണ്ട്. 2007 ഞാൻ ആ സഭയിൽ ഉണ്ടായിരുന്നു. 2007 ഞാൻ ആദ്യമായിട്ട് അമേരിക്ക വരുന്നത്. നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് പോയത്. ഞാൻ അമേരിക്ക വരാൻ കാരണക്കാരൻ അച്ഛനാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്നിച്ച് ഇപ്പൊ പറഞ്ഞപ്പോഴേ ഓർത്ത് ആ യാത്ര ഞാൻ ഓർക്കുന്നു. നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പോയ ആ യാത്ര. അങ്ങനെ എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു. അപ്പം അങ്ങനെ ശുശ്രൂഷിച്ചു. അതിനുശേഷമാണ് ഇവിടുത്തെ ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി ICA ശുശ്രൂഷ അതിലേക്ക് കടന്നു വന്നു. അവിടെ ഒരു 7 വർഷം ശുശ്രൂഷിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ 2-3 ചുമതലകൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയമാണ്. ഈ സമയത്തെല്ലാം ഞാൻ ഫുൾ ടൈം ജോലിയും ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം പാസ്റ്ററുമാണ്. അത് ICA പോലൊരു വലിയ സഭയിൽ അതിനെ ആ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്ത് ഇതെല്ലാം നടത്തുക എന്ന് പറയുന്നത് ചെറിയ ഒരു ഫുൾ ടൈം പാസ്റ്റർക്ക് പോലും ബുദ്ധിമുട്ടുള്ളൊരു പ്രയാസമുള്ള സമയമാണ്. പക്ഷെ ദൈവം അതിനുള്ള കൃപ തന്നു. അതുപോലെ സഭാജനങ്ങളും അത് സഹകരിച്ച് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് ഡേ ടൈമിൽ ഉള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇന്ന് ഈവനിങ്ങിലും വീക്കെൻഡിലും എല്ലാം ശുശ്രൂഷയ്ക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് ഭംഗിയായിട്ട് ആ സമയത്ത് ദൈവം സഹായിച്ചു. അങ്ങനെ അത് ചെയ്തു. അത് വാസ്തവത്തിലൊരു ചലഞ്ചാണ്. സമയത്തെ സംബന്ധിച്ച് വലിയ ചലഞ്ചാണ്. ജോലി നെഗ്ലക്റ്റ് ചെയ്യാനൊക്കത്തില്ല, ശുശ്രൂഷ നെഗ്ലക്റ്റ് ചെയ്യാനൊക്കത്തില്ല.
ഫാമിലിയെ നെഗ്ലക്റ്റ് ചെയ്യാനൊക്കത്തില്ല, നോർത്ത് ഇന്ത്യയിലെ വർക്ക് നെഗ്ലക്റ്റ് ചെയ്യാനൊക്കത്തില്ല. അതൊരു പ്രത്യേക കാലഘട്ടമായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ദൈവം കൃപ തന്നു, ശക്തീകരിച്ചു. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പം എങ്ങനെ നടന്നു എന്നുള്ളത് ഒരു ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. എങ്കിലും ദൈവം സഹായിച്ചു. ഇൻ ബിറ്റ്വീൻ ആയി ശോഭിക്ക് മോൻ്റെ ഞങ്ങൾ അതെ, ഞങ്ങൾക്ക് ഷെൽബി, മൂന്നാമത്തെ മോൻ ഷെൽബി. ഞങ്ങൾ ഫിലദൽഫിയയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ്, അവന് 13 വയസ്സുള്ള സമയത്ത് പെട്ടെന്ന് ഒരു അസുഖം വന്നു. തലവേദനയല്ല തുടങ്ങിയത്, പക്ഷേ അത് വളരെ സീരിയസ് ആയിരുന്നു. സീരിയസ് ആയിട്ട് അത് തീർന്നു. ചുരുക്കി പറഞ്ഞാൽ തലച്ചോറിനെ ബാധിച്ച മെനഞ്ചൈറ്റിസ് ആയിരുന്നു. എന്നാൽ സാധാരണ വൈറൽ മെനഞ്ചൈറ്റിസ് എന്നും ബാക്ടീരിയൽ മെനഞ്ചൈറ്റിസ് എന്നും 2 വിധത്തിലുണ്ട്. വൈറൽ ആണെങ്കിൽ ഒരാഴ്ച മറ്റോ കഴിഞ്ഞ് അതങ്ങ് സാധാരണ. പക്ഷേ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറുന്നില്ല. അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വളരെ സീരിയസ് ആയി. ശരീരഭാഗങ്ങൾ, അവയവങ്ങളൊക്കെ ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു നിലയിൽ വന്നു. ഡോക്ടർമാർക്കും അതറിയത്തില്ല. അവരെന്നും MRI ഒക്കെ എടുത്ത് നോക്കും. അത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻറ്റിലേറ്ററിൽ ഒത്തിരി കാലം കിടന്നു. അതൊരു വലിയൊരു ഹാർഡ് ടൈം ആയിരുന്നു. പരീക്ഷാ ഘട്ടമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവം കടത്തിക്കൊണ്ടുപോയ ഒരു വഴിയായിരുന്നു, ഒരു പാതയായിരുന്നു. അപ്പോൾ 1 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. ദൈവം അവിടുന്ന് വിടുവിച്ചു. ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ദൈവം വിടുതൽ തന്നു. ഇന്ന് അവൻ ആരോഗ്യമായിട്ടിരിക്കുന്നു, ദൈവവേല ചെയ്യുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. അന്നും ഇതുപോലെ പ്രാർത്ഥന, ന്യൂയോർക്കിലെ ചർച്ചുകൾ ഇതുപോലെ പ്രാർത്ഥിച്ച ഒരു സമയമാണ്. ചർച്ചുകൾ തന്നെയല്ല, ഇവിടുത്തെ യുവജനങ്ങൾ, യൂത്ത്, അവർ തന്നെ ഓർഗനൈസ് ചെയ്ത് പ്രെയർ. ആ ഹോസ്പിറ്റലിലെ ഒരു ചെറിയ ചാപ്പലുണ്ട്, ഞങ്ങൾ പോയിരുന്ന ഹോസ്പിറ്റലിൽ. ആ ചാപ്പൽ നിറച്ച ആളുകൾ പല സമയത്തും വന്ന് പ്രാർത്ഥിക്കാറാണ്. ആരും ഓർഗനൈസ് ചെയ്തൊന്നുമല്ല, ആരും വിളിച്ചിട്ടൊന്നുമല്ല. ആളുകൾ തന്നെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു പ്രാർത്ഥനയുടെ ഒരു വലയമുണ്ടായിരുന്നു. ദൈവം സഹായിച്ചു, അതിൽ നിന്ന് വിടുതൽ തന്നു. സുജയൻ്റെ മോൻ്റെ ആ രോഗം നിങ്ങളെ രണ്ടുപേരെയും ഒരേപോലെ ബാധിച്ചാണെങ്കിൽ അമ്മ എന്നുള്ള നിലയിൽ അതെങ്ങനെ ആ ഒരു ദിവസങ്ങൾ എങ്ങനെ കടന്നുപോയി? അത് എങ്ങനെ കടന്നുപോയെന്ന് എനിക്കറിയത്തില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. പക്ഷെ ദൈവം അസ്റ്റർ പറഞ്ഞ പോലെ ദൈവം ബലപ്പെടുത്തി. എന്തോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്തോ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നേ. നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് പീസ് ഓഫ് മൈൻഡ് ഇങ്ങനെ എന്നും പോകും, അവൻ്റെ അടുത്ത് ഇരിക്കും, എപ്പോഴും അവിടെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ദൈവം അവിടെയും ഈ കുഞ്ഞുങ്ങളുടെ ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഒരു 10-15 ബെഡുണ്ട്, ICUവിലാണ്. മിക്ക പിള്ളേർക്കും ഇങ്ങനെ ഈ മാസ്ക് വെച്ച് ഇൻറ്റുബേറ്റ് ചെയ്ത് കിടക്കും. കൊച്ചു പിള്ളേർ 10 വയസ്സ് ഇങ്ങനെ ഓരോ പ്രായത്തിൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മോന് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം അടുത്ത മുറിയിലുള്ള എനിക്ക് ഓർക്കുന്നില്ല ശരിക്കും, അവർ അമ്മമാർ വന്ന് നിന്ന് എൻ്റെ കൊച്ചിന്. അപ്പോൾ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർ പറയും എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അവർക്കൊന്നും ആരും അങ്ങനെ പ്രാർത്ഥിക്കാനോ ആളില്ലല്ലോ. ആ സമയത്ത് പലരുടെ നമ്പറൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ദൈവം ഒക്കെ ബലപ്പെടുത്തി. അങ്ങനെ പിന്നെ ഈ അസുഖം ഇങ്ങനെ കൂടി വന്നപ്പോൾ ഇവനൊരു വല്ലാത്തൊരു സ്റ്റേജിലോട്ടായപ്പോൾ ഇപ്പോൾ പാസ്റ്റർ ഒരു ലണ്ടനിൽ, ഇംഗ്ലണ്ടിൽ ഒരു മീറ്റിംഗ്, ഒരു കൺവെൻഷനിൽ ഇങ്ങനെ നേരത്തെ അവർ പറഞ്ഞിരുന്നു. അന്നേരം അപ്പം ഞങ്ങളിങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ വന്നു കുറച്ച് നേരത്തേക്ക്. അന്നേരം എന്നോട് ചോദിച്ചു ഞാനിങ്ങനെ ലണ്ടനിൽ പോകണോ, എന്തുവാ ക്യാൻസൽ ചെയ്യും. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം ഈ ലണ്ടനിലുള്ള ചർച്ച് നമ്മളുമായിട്ടൊന്നും പരിചയമൊന്നുമില്ല, അവരിങ്ങനെ പ്രസംഗിക്കാൻ വിളിച്ചതാണ്. ആ സഭ ഫാസ്റ്റിങ്ങിൽ
ഈ മോന് മോന് വേണ്ടി. വേണ്ടി. ഓക്കെ. മോൻ്റെ വീട് നമ്മൾ ആരും അറിയത്തില്ല. അപ്പോൾ ആ പാസ്റ്റർ എങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞപ്പം നമ്മുടെ കയ്യിലൊന്നും അല്ല ഇതിരിക്കുന്നത്, ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏൽപ്പിച്ച് അച്ഛൻ പൊയ്ക്കോ, സാരമില്ല. അപ്പോൾ ആ പാസ്റ്റർ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ വരണം, ഞങ്ങൾക്ക് പാസ്റ്റർ വേണം, മോന് സുഖം വരും, കുഴപ്പമില്ല, ദൈവം അവരെ സഹായിക്കും, പാസ്റ്റർ വീക്കെൻഡിലേക്ക് മാത്രം എങ്കിലും വരണേന്ന് പറഞ്ഞു. ഇങ്ങനെ പാസ്റ്റർ പോയി ആ സമയത്ത്. അപ്പം അന്നേരം ഈ അസുഖം അങ്ങ് കൂടി, ഇങ്ങനെ ആൾക്കാർ വരുന്നു, കൂട്ടിട്ട് പോയി സന്തോഷത്തോടെ മടങ്ങി വന്നു. മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. അവർക്ക് തന്നെ വളരെ അതിന് ശുശ്രൂഷയൊക്കെ. ഇനി അങ്ങനെ വീണ്ടും മടങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെ അസുഖമൊക്കെ കൂടി അവന് ഒന്ന് ഇൻറ്റുബേറ്റ് ചെയ്യുകയും അവനിങ്ങനെ ഒരു വല്ലാത്ത സ്റ്റേജിൽ സംസാരിക്കാൻ പോലും പാരലൈസ് ആയിരുന്നു. നമ്മളെ ഒന്നും അറിയത്തുമില്ല. ഞാൻ അടുത്തിരിക്കുമ്പോൾ എന്നോട് പറയും, എൻ്റെ മമ്മിയെ കാണണം എന്ന് പറയും. ഞാൻ മമ്മിയാന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമം അത് കേൾക്കുമ്പോൾ അല്ലേ. എനിക്കൊരു ബ്രദറുണ്ട്, ഒരു നീളമുള്ള, ഇതിൻ്റെ മൂത്ത മോൻ, അവന് താടിയുണ്ട്, ഐ വാണ്ട് ടു സീ ഹിം. അപ്പോൾ അവനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അത് ആ സ്റ്റേജ് അല്ല, ആ സ്റ്റേജിൽ നിന്നൊരു വിടുതൽ കിട്ടിയിട്ട് പിന്നീട് റിക്കവർ ചെയ്യുന്ന സമയത്ത് അവൻ്റെ മെമ്മറി ഒക്കെ അങ്ങ് പോയി. മെമ്മറി എല്ലാം അങ്ങ് പോയി, പഴയ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവന് ഇങ്ങനെയുള്ള സമയത്തും കാണുന്നതൊക്കെ അവൻ്റെ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ പറയും, എൻ്റെ ഒരു വടി ഉണ്ടായിരുന്നു, എന്തിയാ വടി, പക്ഷെ അങ്ങ് ദേഷ്യം വരും പെട്ടെന്ന്. അപ്പം 1-2 കാര്യങ്ങൾ ഇങ്ങനെ വടി, ഞാൻ എന്തോ വടിയാ, മോസസ് ഗേവ് മീ എ വടി, മോസസ് വാസ് വിത്ത് മീ, ഹി ടോൾഡ് മീ ടു കീപ് ദിസ് വടി. ഞാനന്നേരം അപ്പം എനിക്ക് തോന്നി ഇവനിങ്ങനെ ഈ സൺഡേ സ്കൂൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാൽ പിന്നെ നടക്കുന്ന കാര്യം ഒന്നും അറിയത്തില്ല. ഞങ്ങളൊക്കെ നിന്ന മമ്മിയാ ഡാഡിയാ ഒന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ അവൻ്റെ കൂടെ പഠിച്ച പിള്ളേരെ കൊണ്ടുവരും, ഇവിടെ അടുത്തുള്ള ഭയങ്കര ചർച്ചിലുള്ള പിള്ളേർ, അവരൊക്കെ അടുത്ത് വന്ന്, ഞാൻ ജെയ്സൺ ആ ഷെൽബി, നോ ജെയ്സൺ യു ആർ നോട്ട് ജെയ്സൺ, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലായിരുന്നു. പക്ഷേ എന്നിട്ട് ഒരു ദിവസം അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ എന്നോടൊരു ഇങ്ങനെ വല്ലാത്ത ഒരു ഇതിൽ വന്നപ്പോൾ വാക്യം പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻ മീ എന്ന് ഒരു വാക്യം പറയും. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ഇച്ചിരി തത്തിയാണ് പറയുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ, ഇങ്ങനെ അങ്ങ് വല്ലാത്തൊരു സ്റ്റേജിലോട്ടങ്ങ് പോയി. അന്നേരം എനിക്ക് മനസ്സിലായി ഈ വാക്യമായും പറയുന്നത്. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയും. അവർ പറഞ്ഞു, നിങ്ങളുടെ ഹീ സ്പീക്കിംഗ് ഇൻ യുവർ ലാംഗ്വേജ്, അവന് മലയാളം അറിയത്തേ ഇല്ല കേട്ടോ, മനസ്സിലാവും, പറയത്തില്ല അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹി ഡസൻ സ്പീക്ക് അവർ ലാംഗ്വേജ്, ഹി സ്പീക്ക് ഓൺലി ഇംഗ്ലീഷ്. പറയും, വേർ വാസ് ഹി ബോൺ? ഞാൻ ഹി ഈസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ, ഇവിടെ ജനിച്ചു. ഓ ചെക്ക് അഗെയിൻ, ട്രൈ ടു ലിസൺ. ഞാൻ പറഞ്ഞു, ഓക്കെ, നമ്മൾക്കൊന്നും അറിയത്തില്ല, പറയുന്നത് കേട്ടോണ്ട് അവിടെ. പിന്നെ അത് അങ്ങനെ തന്നെ ഇങ്ങനെ ഒരു വല്ലാത്ത ഇതിൽ ഞാൻ നോ സംതിങ് ഗോയിങ് ഓൺ വിത്ത് ഹിം. അപ്പോൾ അവൻ്റെ എല്ലാ ഓർഗനും ഷട്ട് ഡൗൺ ചെയ്തിട്ട് അവനൊരു കോമയിലോട്ട് ഇങ്ങനെ പോകും. അന്നേരം ആരുമില്ല എൻ്റെ അടുത്ത്. ഒരു വീക്കെൻഡ്, പാസ്റ്റർ ഫിലഡൽഫിയ പോയിരിക്കും. വീക്കെൻഡിലെല്ലാം മീറ്റിങ്ങിനും പോകുമായിരുന്നു, എല്ലാ കഴിവതും ഞാൻ അവിടെ. ഞാൻ പറയും, പൊയ്ക്കോ, ഓക്കെ, ആരുമില്ല, ദൈവം കൂടെ ഉണ്ട്. അങ്ങനെ അവർ പറഞ്ഞു, ഓക്കെ, 1 മിനിറ്റ് എന്നോട് പറഞ്ഞു, അമ്മ വെളിയിലോട്ട് ഇറങ്ങി ഞാൻ ഏതാണ്ട് എന്നോട് പേപ്പർ കൊണ്ടൊന്ന് സൈൻ ചെയ്യാമോ? ഞാൻ സൈൻ ചെയ്തു. ഓക്കെ, എനിക്കൊന്നും അറിയത്തില്ല, അവരൊക്കെ സൈൻ ചെയ്തു. പിന്നെ ഞാൻ എന്നെ വിളിച്ച് ഇവിടെ അമ്മയോട് വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്തോ സൈൻ ചെയ്തു. അവരൊക്കെ ചർച്ചില്ല. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിച്ച് അകത്തോട്ട് ഇവനെ ഇൻറ്റിബേറ്റ് ചെയ്തു. അവർ നെറ്റിവെച്ചതിൻ്റെ അവർക്കൊന്നും പറയാനില്ലെന്നൊക്കെ പറയും. അപ്പം ഞാൻ ചെയ്യൂ, ഇത്രയും നാളെൻ്റെ മോനെ ഇൻറ്റിബേറ്റ് ചെയ്യാതെ ഞാനതിൽ ഇരുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ പോലെ ഇരുന്നു. പിന്നെ എനിക്ക് സംസാരിക്കാനും ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ഇവരെല്ലാം വന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കിടക്കുക മോൻ. അന്ന് അവിടെ വന്ന ആ ഒരു സൺഡേ, ദൈവമേ, സാമുട്ടി വിശ്വസിക്കത്തില്ല, ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം നിറച്ച് ICUയിൽ ആൾക്കാർ വന്നു. ഫിലഡൽഫിയയിൽ നിന്നും എനിക്കറിയത്തില്ല എവിടെ നിന്നൊക്കെ ഈ മനുഷ്യർ വന്നതെന്ന്. ഇവരെ ഇങ്ങനെ അറിഞ്ഞ് ഇവൻ്റെ ഒരു ലാസ്റ്റിലാണെന്നും പറഞ്ഞ് ഓടിപ്പിടിച്ച ആൾക്കാരെല്ലാം, ചെറുപ്പക്കാരും എല്ലാം അങ്ങനെ. പക്ഷേ എങ്ങനെയോ അതൊക്കെ ആ ദിവസമൊക്കെ തള്ളി
ഡോക്ടർമാർക്കും അത്ഭുതമായിരുന്നു. ഇത് പിന്നെ ഒരു ദിവസം എവറി അതർ ഡേ MRI എടുക്കും. അവർ ഇതിൻ്റെ പ്രോഗ്രസ്, തലച്ചോറിൻ്റെ ഈ രോഗത്തിൻ്റെ പ്രോഗ്രസ് നോക്കും. ഒരു ദിവസം കൊണ്ട് MRIയുടെ റിസൾട്ടുമായിട്ട് വന്നിട്ട് പറഞ്ഞു, വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്, ലുക്സ് ലൈക്ക് ദി ഇൻഫെക്ഷൻ ഈസ് അറസ്റ്റഡ്. അതിൻ്റെ പ്രോഗ്രസ് അങ്ങ് ഈ വാക്ക് ഉപയോഗിച്ച് ഇറ്റ് ഈസ് അറസ്റ്റഡ്. വി ഡോണ്ട് നോ, വി ആർ നോട്ട് ഗിവിങ് എനി മെഡിസിൻ, വി ഡോണ്ട് നോ ദ റീസൺ എന്നും പറഞ്ഞ് അവർ വന്നു. ഒരു മിറക്കിൾ അവിടെ സംഭവിച്ചു. അപ്പം നമുക്കറിയാം എന്താ അതിൻ്റെ റീസൺ എന്ന്. സോ ഗോഡ് അറസ്റ്റഡ് ഇറ്റ്, ഗോഡ് അറസ്റ്റഡ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം, അങ്ങനെ ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഒരാഴ്ച ആയപ്പോഴത്തേക്ക് അവനെ ഡിസ്ചാർജ് ചെയ്യത്തക്ക സ്ഥിതിയിൽ വന്നു. ഇപ്പോഴും ഡോക്ടർമാർ വാൺ ചെയ്തിരുന്നു, ഹി മേ ലൂസ് സം ഓഫ് ദ ഫാക്കൽറ്റീസ്. ഒരുപക്ഷെ അവന് ശരിക്കും സംസാരിക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കാൻ പ്രയാസമായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ബ്രെയിനെ സാധാരണഗതി മെനഞ്ചൈറ്റിസ് ബ്രെയിനിൻ്റെ പുറമേയുള്ള ആവരണത്തെ ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇത് അവൻ്റെ ഇൻസൈഡിലേക്ക് അഫക്റ്റ് ചെയ്തു. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഡോക്ടർമാർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു വാണിംഗ് തന്നാൽ വിട്ടത്. പക്ഷേ ദൈവകൃപയല്ല, ദൈവം അവനെ കുറച്ചൊക്കെ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. അവൻ അതിനുശേഷം അവൻ പഠിക്കുമായിരുന്നു ഹൈസ്കൂളിൽ, അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കോളേജിൽ പഠിച്ചു, ഡിഗ്രി എടുത്തു. സോഷ്യൽ വർക്കിനോടുള്ള ബന്ധത്തിലുള്ളൊരു ഡിഗ്രി എടുത്തു. അതിനുശേഷം ഇപ്പം സോഷ്യൽ വർക്കറായിട്ടല്ല, അത് ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിലെ ഒരു സോഷ്യൽ വർക്കിംഗ് പിന്നെ കൗൺസിലറായിട്ട് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പാസ്റ്റർ സാമുവൽ ജോൺ ഒരു പ്രസംഗകനാണ്, സഭാ ശുശ്രൂഷകനാണ്, എഴുത്തുകാരനാണ്. എഴുത്തിനോടൊരു നേരത്തെ മുതൽ താല്പര്യമുണ്ട്. അത് നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരാളുമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ എഴുത്തുകളൊക്കെ പുസ്തകമാക്കിയിട്ടുമുണ്ട്. പിന്നെ എനിവേ അത് ഒത്തിരി എൻ്റെ വായനയിൽ എനിക്കൊത്തിരി ബലം പകർന്നിട്ടുള്ള പിന്നെ ഒത്തിരി തോട്ട്സ് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സ്വർഗീയധ്വനിയിൽ ദീർഘകാലം എഴുതിക്കൊണ്ടിരുന്നു. ഹാലലിയയിൽ കുറേ എഴുതിയിട്ടുണ്ട്. എനിവേ, താങ്ക് യു. അപ്പം എഴുത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു. എഴുത്തിലൊരു അവാർഡും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഉണ്ട് അവാർഡ്. അത് ഉൾപ്പെടെയുള്ള അതെ ഒരു നമ്മുടെ ഗ്ലോബൽ മീഡിയ അസോസിയേഷൻ്റെ എഴുത്തിനോടും വായനയോടും എനിക്ക് വളരെ താല്പര്യമായിരുന്നു. ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു സ്വഭാവമാണ്. അപ്പം കിട്ടാവുന്ന ഇടത്തു നിന്നൊക്കെ പുസ്തകങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുമായിരുന്നു, അതൊക്കെ വായിക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് എൻജിനീയറിംഗ് കോളേജിലായിരുന്ന സമയത്തും അവിടെ കേശവദാസപുരത്തൊരു ബുക്ക് ഹൗസ്, ഒരു ക്രിസ്ത്യൻ ബുക്ക് ഹൗസ് ഉണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ പോകും. അവിടെ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. GLS അത് തന്നെ, ആ ജംഗ്ഷനിൽ തന്നെ. ഇപ്പോഴതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെ പോയി മേടിക്കുമായിരുന്നു. അങ്ങനെ വായന എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആരാണ് ഒരു പേഴ്സൺ എന്ന് പറയുന്ന നിലയിൽ ഒരു എഴുത്തുകാരൻ എന്നെ സ്വാധീനിച്ച ആളെന്ന് പറയാനായിട്ട് ആരാണ്? പിന്നെ അന്ന് ഈ ഡിവോഷണൽ ബുക്സാണ് ഞാൻ കൂടുതൽ പ്രധാനമായിട്ടും. A.W. ടോസറിൻ്റെ മിക്കവാറും എല്ലാ ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ C.S. ലൂയിസിൻ്റെ തോട്ട്ഫുള്ളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വായിക്കുമായിരുന്നു. പിന്നെ മലയാളത്തിലുള്ള പല എഴുത്തുകാരുടെ ബുക്കുകൾ വായിക്കുമായിരുന്നു. അങ്ങനെ എപ്പോഴും. പിന്നെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള എന്നെ ഒരു സുവിശേഷത്തിലേക്കും ഒരു തിയോളജി സ്റ്റഡിക്ക് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച് അല്ലെ മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു ബുക്കാണ് J.I. പാക്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ നോയിങ് ഗോഡ്, അത് പ്രസിദ്ധമായൊരു പുസ്തകമാണ്. ആ പുസ്തകം യാദൃച്ഛികമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പ്രോപ്പർ തിയോളജിയിലേക്ക് ഒരു കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. അതുപോലെ അല്ലാതുള്ള പല പുസ്തകങ്ങളും, പിന്നെ സെക്യുലർ പുസ്തകങ്ങളും വായിക്കുമായിരുന്നു. ചരിത്രം എനിക്കിഷ്ടമാണ്.
നോവൽസ് ഇഷ്ടമായിരുന്നു, ഫിക്ഷൻ വായിക്കുമായിരുന്നു. അപ്പം അങ്ങനെ വായിക്കുന്ന ഒരു സ്വഭാവം, ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാൻ അതൊക്കെ ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയാം പ്രസംഗത്തിലാണെങ്കിലും ഉള്ള നല്ല ശുദ്ധമായ മലയാളത്തിൽ പ്രസംഗിക്കുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. താങ്ക് യു. എൻ്റെ ഈ അസുഖത്തിനോടുള്ള ബന്ധത്തിൽ അതിനുള്ള കുറച്ച് കഴിവുകളൊക്കെ അങ്ങ് മാഞ്ഞു പോയില്ല. അത് ഇങ്ങനെ പിന്നെ നമ്മൾ ചാരം മൂടി കിടക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഊതി ഇത് ചെയ്താൽ തീക്കനൽ പിന്നെ നമ്മൾ ആ ചാരം ഒന്ന് കളഞ്ഞ് ഒന്ന് ഊതി കഴിയുമ്പോൾ അത് കത്തി ജ്വലിക്കുന്നത് പോലെ ഒരു കാലഘട്ടം ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പുതിയ ഒരു എന്താ പറയുന്നത്, നമ്മളെ ഒരു പുനർജന്മം എന്നൊക്കെ ഹിന്ദു ഫിലോസഫിക്കലായിട്ടുള്ള അതിലല്ല പറയുന്നത്, എങ്കിലും ദൈവം നമുക്ക് ശുശ്രൂഷ രംഗത്ത് ഒരു പുതിയ ജന്മം തന്നിരിക്കുക. അപ്പോൾ അത് ഊതി കത്തിക്കുക എന്നുള്ളത് ഇനി നമ്മുടെ ദൗത്യം. എനിക്ക് അപ്പോൾ ഈ സമയത്ത്, ഈ അടുത്ത സമയത്ത് ഇനി എഴുതണമെന്നൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് കൈകൊണ്ട് എഴുതാൻ ഒക്കത്തില്ലായിരുന്നു. ഇത് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് കൈകൊണ്ട് എഴുതുമ്പം നേരെ വരത്തില്ല. ഞാൻ എടുക്കുന്ന പല മരുന്നുകളുടെ ഒരു സൈഡ് ഇഫക്റ്റ് കൊണ്ട്. എന്നാൽ ഈയിടെ കുറച്ച് എഴുതാൻ ഒക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിച്ചേട്ടാ. ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ ഒത്തിരി പറയണമെന്നും ഒത്തിരി ചോദിക്കണമെന്നും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ചോദ്യങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട്. എന്നാലും ഞാൻ അതിലേക്ക് ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം 1 മണിക്കൂറോളമായി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഈ പിന്നെ ദൈവം നടത്തിയ അത്ഭുതങ്ങളുടെ ഒരു ചരിത്രമാണ് ജീവിതം എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റോറി എഴുതണം, ഓട്ടോബയോഗ്രഫി എഴുതണം, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഓഡിയൻസിൻ്റെ കൂടെ ഞാനങ്ങ് പറയുകയാണ്. കാരണം ഒത്തിരി പേരെ പ്രചോദിപ്പിക്കും. അതുപോലുള്ള അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പം ദൈവം ധാരാളമായി സഹായിക്കട്ടെ. സുജയൻ്റി ഫാദറിനെ കുറിച്ചൊക്കെ പറയിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിലേക്കൊന്നും ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. മറ്റേ അവസരത്തിൽ നമ്മൾ ഇരിക്കും. പിന്നെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു സാംകുട്ടി. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. 1, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.